പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രി സന്ദർശനം നടത്തി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായാണ് സന്ദർശനം. പൂവഞ്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റ് ബേസിൽ ഗ്രാനൈറ്റ്സിന്റെ പാറമടയും ക്രഷർ യൂണിറ്റുമാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. സെന്റ് ബേസിൽ ഉടമ ഔസേപ്പ് കാവനാക്കുടി ഇൻഡസ്ട്രിയലിന്റെ മെഷീനറികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിൽ ഇൻഡസ്ട്രി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിശദീകരിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകരായ നസീമ KP, റീമ റഹ്മാൻ, ദീപ, SSG ചെയർമാൻ PV സുദേവൻ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. നമുക്ക് ഇതിവിടെ ഒരു 4-5 മീറ്ററോളത്തോളം വെള്ളം ഇതുണ്ട്. ഇനി ഇതിപ്പോൾ 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ജാനുവരി ഫെബ്രുവരിയോടെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനദർ 3-4 ഇയേഴ്സ് കൂടിയും വരും. അപ്പോൾ ഈ ഏരിയ കുറച്ചുകൂടി താണ് ഇതൊരു വാട്ടർ റിസർവോയറായി മാറും. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഈവൻ നമ്മുടെ ഈ പഞ്ചായത്തിന് വേണ്ടി എൻ്റെ പഞ്ചായത്തിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് നല്ല വേറെ ഒന്നുമില്ല, മഴ പെയ്ത് വരുന്ന വെള്ളം റിസർവോയറായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇത് ഈവൻ നമ്മുടെ പഞ്ചായത്തിന് ഫുള്ളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാവുന്ന ഇനിയുള്ള കാലങ്ങളിൽ കുടിവെള്ളക്ഷാമൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. 2ാമത്തെ അവാർഡ് കിട്ടിയ യൂണിറ്റാണ്. അതായത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റേറ്റ് പൊള്യൂഷൻ കൺട്രോളിൻ്റെ ഏറ്റവും നല്ല യൂണിറ്റ് 2ാമത്തെ അവാർഡ് കിട്ടിയ യൂണിറ്റ്. അതാണ് ഇവിടെ നിന്നെങ്കിൽ ബെഞ്ചുമാരിയൊക്കെ കാണുന്നത്. മറ്റേ ഈ ക്വാറികളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതേമാതിരി ഷാർപ്പായിട്ട് താത്തിപ്പോവും. ഇത് ഞങ്ങൾ 2005 മേടിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുരാതന ക്വാറിയാണ്. പക്ഷെ ഞങ്ങളെടുത്ത് ചെയ്യുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എൻജിനീയേഴ്സ് ഫോർമാൻമാരൊക്കെ ഉണ്ട്. ആ മോളിൽ നിന്ന് പൊട്ടിക്കുന്ന പാറ ഈ അടുത്ത സ്റ്റെപ്പ് വിട്ടിട്ട് എവിടെയും പോവില്ല, ഒരു സ്ഥലത്തേക്കൊന്നും പോകാൻ പാടില്ല. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഫുള്ളി ഗ്രീനി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ കാണാം. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ ഈ 10 കൊല്ലം കൊണ്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഒരു പൊള്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. വീലയിൽ നിന്നുള്ള പൊടി റോട്ടിൽ കിടക്കരുത്, മനസ്സിലായോ? ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് വണ്ടി പോടും. അപ്പോൾ ആ റോഡും പ്രൊട്ടക്ട്. ₹1,10,00,000 മുതൽ ₹1,75,00,000 വിലയുള്ള മെഷീനുകളാണ്. ഈ മെഷീൻ ഈ വീല് തിരിയുന്ന ഈ കല്ലിനെ നമ്മൾ കയ്യിൽ കൊള്ളാം, ചെറിയ പീസായിട്ട് ആക്കും. ഈ മെഷീൻ സ്വീഡനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്ന മെഷീനാണ്. ഇതിന്റെ വില 2 കോടി രൂപ വരുന്ന മെഷീനാണ്. സ്വീഡനിൽ നിന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഫോറിൻ മെഷീൻ കൊണ്ടുവന്ന നമ്മളാണ്. സ്വീഡന്മാർ
സൂപ്പർ പ്രൈമറി ക്രഷർ എന്ന് പറയും. ഇത് ഉള്ളപ്പോൾ നമുക്ക് കല്ല് പൊട്ടിക്കുന്ന മെഷീൻ തന്നെയാണ് മലബാർ സിമൻസിൽ സിമെൻറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. മലബാർ സിമൻസിൽ